സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ്ങും വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണിത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, കൊറിയയിലുള്ള മനുഷ്യൻ അയാൾ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയുടെ വേഷം കെട്ടിയിട്ട് തെരുവിൽ കൂടെ നടന്നു നോക്കുന്ന ആൾക്കാരുടെ പ്രതികരണം എങ്ങനെയാണ്, ഒരു ടൂറിസ്റ്റിനോട് അല്ലെങ്കിൽ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിനോട് അല്ലെങ്കിൽ ഒരു പെണ്ണിനോട് എങ്ങനെയാണ് ആൾക്കാർ പെരുമാറുന്ന അറിയാൻ വേണ്ടി ഒരു സോഷ്യൽ എക്സ്പെരിമെൻറ്റ് പോലെ ചെയ്തൊരു വീഡിയോ ഉണ്ട്. പക്ഷേ അയാൾക്കുണ്ട് അത് വളരെ മോശമായിട്ടുള്ള അനുഭവമാണ്. അതുകൂടാതെ ഹോളിയുടെ പേരും പറഞ്ഞ അയാളെ സെക്ഷലായിട്ട് ഹരാസ്മെൻറ്റ് നടത്തി, അങ്ങനെ അതായത് ഒരു പതറ്റിക് എന്ന് പറയാൻ പറ്റുന്ന അത്രയും, അതായത് ഒരു തേർഡ് റേറ്റ് നിലവാരം പോലും ഇല്ലാത്ത ഒരു പെരുമാറ്റമാണ് ആൾക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു വീഡിയോ ഇന്ത്യയിൽ നടന്നാണെന്നും പറഞ്ഞിട്ട്, ഇന്ത്യയിലത്തെ ജനങ്ങൾ ഇങ്ങനെയെന്നും പറഞ്ഞിട്ട് ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലുള്ള അത്രയും ദേഷ്യമുള്ള ശത്രുക്കളായിട്ടുള്ള ആൾക്കാർ ഇത് അവരുടെ പേജിൽ റീപോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും, അതായത് ഇത് ശരിയാണ് അല്ലെങ്കിൽ ഇത് കറക്റ്റാണെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലുള്ള ആൾക്കാരും ഇത്രയും മോശം സംഭവമല്ല നടന്നിട്ടുള്ളത്. അപ്പോൾ അവരിത് റീപോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇയാളുടെ തന്നെ വീഡിയോയിൽ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബസ് പോകുന്നുണ്ട്. BRTC എന്ന് പറഞ്ഞിട്ട് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. BRTC എന്ന് വെച്ചാൽ ബംഗ്ലാദേശ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ വണ്ടിയാണത്. അതായത് ഇത് നടന്നിട്ടുള്ളത് ഇന്ത്യയിലല്ല, ബംഗ്ലാദേശിലാണ്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ഇതിൻ്റെ ഫാക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ, ഇതെവിടെയാണ് നടന്നത് എന്താണെന്ന് അറിയാതെ റീപോസ്റ്റ് ചെയ്തങ്ങായിട്ട് ഒരു നാടിൻ്റെ പേര് വളരെയധികം മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഇത് ഇന്ത്യയിലാണെങ്കിലും അല്ലെങ്കിൽ ബംഗ്ലാദേശിലാണെങ്കിലും അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഏത് രാജ്യത്താണെങ്കിലും ഈ കാണിച്ചെന്ന് പറഞ്ഞാൽ അത്രയും മോശമായിട്ടുള്ള കാര്യമാണ്. അതായത് അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഒരു ബോധമോ ഒരു വിവരവും ഇല്ലാത്ത, നിയമത്തെ പേടിയില്ലാത്ത ഈ പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിന് മാത്രമാണെന്ന് വിചാരിക്കണ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ ലോകത്തുണ്ട്. ഇതൊക്കെ മാറണമെങ്കിൽ സ്ട്രോങ് ആയിട്ട്, അതായത് ഒരു പെണ്ണിനെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ തൊടുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാവാവുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് ഓർത്ത് പേടിക്കുന്ന നിയമം വേണം നമ്മുടെ നാട്ടിൽ. അതിന് ഏറ്റവും ഉദാഹരണമാണ് ഗൾഫ് കൺട്രീസ്. അവിടെ ഒരു പെണ്ണിനെ തൊടാനോ നോക്കാനോ പോലും ആൾക്കാർ പേടിക്കും. അത് ആൾക്കാർ നല്ലതായതുകൊണ്ടല്ല, അവിടുത്തെ നിയമം അത്ര സ്ട്രോങ് ആയതുകൊണ്ടാണ്. അതേപോലത്തെ നിയമം നമ്മുടെ ഈ ലോകത്ത് എല്ലായിടത്തും ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഒരാൾക്ക് സമാധാനമായിട്ട് റോട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റുള്ളൂ.